ഹായ് ഗൈസ്, എൻ്റെ പേര് സുബ്രഹ്മണ്യം വിഘ്നേഷ്. ഞാൻ 3 മാസമായിട്ട് ഞാൻ MMA പഠിക്കുന്ന ഒരാളാണ്. ഞാനപ്പം സ്പാർട്ടൻസ് എന്ന് പറഞ്ഞ ക്ലബിലാണ് പഠിക്കുന്നത്. അപ്പം അവരുടെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഒരു ജെന്യൂനായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു ന്യൂബാണ്. അവിടെ ശരിക്കും സ്റ്റേറ്റിൽ പോയി ഫൈറ്റ് ചെയ്തവർ അത് വേറെ കാറ്റഗറി, വേറെ ആൾക്കാരുണ്ട്. ഞാനപ്പം ന്യൂബ് ലെവലിലുള്ള ഫൈറ്റിലാണ് ഞാൻ പോയത്. 3 മാസം അതിന് മുമ്പ് എന്റെ സ്റ്റേജ് ഫിയർ ഇതെല്ലാം മാറാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത്. അവിടെ അപ്പം ഒരു ഫൈറ്റ് നടന്നു. ആ ഫൈറ്റിൽ ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് ഒരു മണവാളൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. ഞാൻ എല്ലാവരും ഞാൻ ആ പുള്ളിയെ കണ്ടിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു ഈ പുള്ളിയെ അറിയായിരുന്നു. ഇത് അവിടെ വന്നൊരു ഫൈറ്റ് ഉണ്ടായി. ആ ഫൈറ്റിൽ എനിക്ക് ഷോൾഡർ ഇഞ്ചുറി പറ്റിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എനിക്ക് ഷോൾഡർ ജസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷോൾഡർ ഇഞ്ചുറി പറ്റി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും അവിടെ നിന്ന് എന്റെ ഇത് ഒറ്റ കയ്യില് ഞാൻ എന്റെ ഇത് ഞാൻ ടാപ്പ് ഔട്ട് ചെയ്തില്ല. ഞാൻ മാക്സിമം പിടിച്ചു നിന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു. ഇത്രയും ഞാൻ അവിടെ ചെയ്തോളൂ. അതും ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി 1.5 മിനിറ്റിന്റെ ഒരു ഫൈറ്റ് ആയിരുന്നു. ബാക്കിയുള്ള ശരിക്കുള്ള കേരള കേരള ലെവൽ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു രൂപയുടെ ഇപ്പം എന്റെ മേളിൽ ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും വിൻ ചെയ്ത് ഗോൾഡ് അടിക്കണമെങ്കിൽ ഞാൻ കേരളത്തിലെ സെക്കൻഡ് ആവണ്ടേ? ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു രൂപമാണ്. എനിക്ക് മെമ്മറിയെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എന്നെ ബീറ്റ് ചെയ്തിട്ട് ആർക്കും ഗോൾഡ് മെഡൽ ഒന്നും അടിക്കാൻ പറ്റില്ല. അതൊരു സത്യാവസ്ഥയാണ്. അദ്ദേഹം അവിടെ എങ്ങനെയാണ് എന്നെ പോലെ ഒരു നൂബിന്റെ കൂടെ അവിടെ വന്നത്? ദാറ്റ്സ് ടോട്ടലി ഡിഫറെന്റ് സ്റ്റോറി. ഒരാൾക്ക് റീച്ച് കൊടുക്കണോ, ഒരാളെ ചുമ്മാ ആവശ്യമില്ലാത്ത പോലെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരണോ, ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഇവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരുടെ ഇങ്ങനത്തെ പൊട്ടത്തരത്തിനും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കിട്ടുന്നത്. ഇപ്പം ഈ വീഡിയോ കണ്ട ഓരോരുത്തരുടെ ഇടയ്ക്കും നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു നമ്മളിപ്പോ വോട്ട് ചെയ്യുന്ന പോലെ നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു അതോറിറ്റി. ഒറ്റ ഒരു ബട്ടൺ അൺഫോളോ, അതിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ പുള്ളി ഇങ്ങനെ കൊണ്ടുപോയി ഇത് ചെയ്യണ്ട. പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റുന്ന, ഇപ്പം പുള്ളിക്കാരന് ഫേക്ക് ആയിട്ട് ഇത് ചെയ്തു അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു അൺഫോളോ അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദയവ് ഇത് ഇനി എന്റെ ഫോട്ടോയും വീഡിയോയും ഇടാതെ നിങ്ങൾക്ക് പുള്ളിയെ ട്രോൾ ചെയ്യുന്നെങ്കിൽ പുള്ളിന്റെ വീഡിയോ പുള്ളിന്റെ ഇത് മാത്രമായിട്ട് ഇട്ടോളൂ. പുള്ളി പറയുന്നത് എന്നെ ബീറ്റ് ചെയ്തിട്ട് പുള്ളി എന്തോ കേരള ഗോൾഡ് കിട്ടിയെന്ന് പറയുന്നത് അതൊക്കെ വെച്ച് ട്രോൾ ചെയ്തോളൂ. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം. വൺ തിങ്ക് ഈസ് എനഫ്, അൺഫോളോ.